ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓഗസ്റ്റ് 1 രാവിലെ 5 മണിയായിട്ടോ. അപ്പോൾ കർക്കിടകത്തിൽ പ്രധാനമാണ് നാലമ്പല ദർശനം. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇവിടെ അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ നിന്ന് ബസ്സാണോ എനിക്കറിയില്ല, വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നാലമ്പല ദർശനത്തിന് പോവാം. കുറച്ച് ലേറ്റായി, നമുക്ക് വേഗം പോവാം. നമ്മൾ പോകുന്നത് ഇവിടേക്കാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കുഴൽമാണിക്യം ഭാരതസ്വാമി ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. മഴ കാരണം ഒരുപാട് ആൾക്കാർ പോയി. പൊതുവെ 26 ആൾക്കാരാണ് പോവുക. ഇന്നിപ്പോൾ നമ്മൾ 7 പേരേ ഉള്ളൂ. അങ്ങനെ രാവിലെ തന്നെ 5 മണി ടെമ്പിളിലൊക്കെ തൊഴുത് നമ്മളിത് ആ വണ്ടിയിലാണ് പോകുന്നത്. ഓൾമോസ്റ്റ് റെഡിയാണ് നിൽക്കാം. കർക്കിടകത്തിൽ ക്ഷേത്രദർശനം മഹാപുണ്യമാണ്. അതിലും വിശേഷമാണ് നാലമ്പല ദർശനം. ശ്രീരാമചന്ദ്രൻ്റെയും ഭരതസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ശത്രുഘ്നൻ സ്വാമിയുടെയും 4 അമ്പലങ്ങൾ ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുന്നതാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. തൃശ്ശൂർ, കോട്ടയം, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ നാലമ്പലങ്ങളുണ്ട്. എന്നാലും മധ്യകേരളത്തിലെ നാലമ്പലങ്ങളാണ് കൂടുതൽ പ്രസിദ്ധി കൈവന്നിട്ടുള്ളത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവ തൃശ്ശൂർ ജില്ലയിലാണ്. തിരുമൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം എറണാകുളം ജില്ലയിലും. ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ദ്വാരക കടലിൽ മുങ്ങിയതോടെ കാണാതായ ഈ വിഗ്രഹങ്ങൾ വളരെ കാലത്തിനു ശേഷം കേരളത്തിലെ മുക്കുവർക്ക് അവ ലഭിച്ചു എന്നാണ് ഐതിഹ്യം. മുക്കുവർ ആ 4 വിഗ്രഹങ്ങളും അയിരൂർ മന്ത്രിയായിരുന്ന വാഗേൽ കൈമൾക്ക് സമ്മാനിക്കുകയും അദ്ദേഹമാകട്ടെ അവയെ യഥാവിധി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്തു. നാലമ്പല ദർശനം നടത്തുമ്പോൾ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനെ ആദ്യം ദർശനം നടത്തണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറേ ഭാഗത്തായിട്ട് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരിവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശാസ്താവ്, ഗണപതി, ദക്ഷിണാമൂർത്തി, ഹനുമാൻ, ഗോശാല കൃഷ്ണൻ എന്നിവരാണ് ഉപദേവന്മാർ. ഇത് ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. നല്ല തിരക്കുണ്ട്, ഒരുപാട് വണ്ടിയിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. കൊടികയറി ഉത്സവം നടത്താത്ത അപൂർവ ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടിമരം കാണാൻ സാധിക്കില്ല. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് വെടി വഴിപാടാണ്. ഓരോ വെടികൾ പൊട്ടുമ്പോഴും ഈ മേൽക്കൂരയുടെ മേളിലിരിക്കുന്ന പ്രാവുകൾ ഒരു സർക്കിൾ ചുറ്റി തിരിച്ച് അവിടെ വരുന്നൊരു കാഴ്ച, അത് അതിമനോഹരമായൊരു കാഴ്ചയാണ്.
മീനൂട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഇവിടെ. മഹാവിഷ്ണുവാന്റെ ഒന്നാമത്തെ അവതാരമായ മത്സ്യാവതാരത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് മീനൂട്ട് ഇവിടെ നടത്തുന്നത്. നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങാണ്. ഇപ്പം തന്നെ ഇവിടെ 3 ആനയുണ്ട് കേട്ടോ. കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം. ശ്രീരാമസ്വാമിയുടെ മൂത്ത അനുജനായ ഭരതസ്വാമിയുടെ ക്ഷേത്രദർശനമാണ് രണ്ടാമതായി നമ്മൾ നടത്തേണ്ടത്. സംഗമേശ്വരൻ എന്നറിയപ്പെടുന്ന ഭരതസ്വാമിയുടെ ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. പ്രധാന പ്രതിഷ്ഠ രാമാനുജനായ ഭരതനായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളോട് കൂടിയ ശങ്കരനാരായണനായും സങ്കല്പമുണ്ട്. ക്ഷേത്രത്തിലെ പൂജകൾ വൈഷ്ണവ ഭാവത്തിലും ആചാരം ശൈവഭാവത്തിലുമാണ് നടത്തപ്പെടുന്നത്. 6 അടിയോളം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളൊന്നുമില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. താമരമാലയാണ് ഭഗവാന്റെ പ്രധാന വഴിപാട്. ജീൻസോ പാൻറ്റോ ഇട്ടിട്ട് ക്ഷേത്രദർശനം ഇവിടെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന പുരുഷന്മാർ മുണ്ടെടുത്തിട്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ല ഇനി നിങ്ങൾ ജീൻസ് ഇട്ടിട്ട് വരികയാണെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മുണ്ട് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെയും മീനൂട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നോടത്തേക്ക് തന്നെ അവിടേക്ക് ഇങ്ങനെ പോകണം. അവിടെ എത്തും. നമ്മളിപ്പോൾ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി.
ഇവിടെ മീനൂട്ട് വഴിപാട് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കണ്ടു. ഇതുപോലെ ഈ കുളത്തിന് ചുറ്റിയാണ് കേട്ടോ പോകുന്നത്. ഒരു വലിയൊരു ക്ഷേത്രക്കുളം ഇത്. അതിമനോഹരമായൊരു ക്ഷേത്രക്കുളമാണ് ഈ അമ്പലത്തിനുള്ളത്. നമ്മൾ നോക്കുമ്പോൾ കാണാം ഒരുപാട് പേരിതാ നടന്നിങ്ങനെ ക്ഷേത്രക്കുളത്തെ വലം വെച്ച് പോകുന്നത്. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവരെല്ലാം ഇത്രയും കറങ്ങി പോകുന്നത്, ഇവിടെ റൈറ്റിലൂടെ വഴിയുണ്ട്. പക്ഷേ നമ്മൾ ഈ ക്ഷേത്രക്കുളത്തെയും കൂടെ വലം വയ്ക്കുമ്പോഴാണ് ഇവിടുത്തെ ദർശനം പൂർണ്ണമാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രക്കുളത്തിലൂടെ വലം വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ്. ഭയങ്കര മനോഹരമായൊരു ക്ഷേത്രക്കുളം തന്നെയാണിത്. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം നാലമ്പലങ്ങളിൽ എറണാകുളം ജില്ലയിലെ ഏക ക്ഷേത്രമാണിത്. ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഇവിടെ മാത്രമാണ്. ചതുർബാഹുവായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭക്തനിവേദ്യം ഇവിടുത്തെ പ്രധാന വഴിപാട്. തന്നെടുത്തോളൂ കേട്ടോ. പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് പായമൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പലങ്ങളിൽ ഏറ്റവും ചെറിയ ക്ഷേത്രമാണിത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ചതുര ശ്രീകോവിലാണ് ഉള്ളത്. ദശരഥൻ്റെ ഏറ്റവും ഇളയ പുത്രനായ ശത്രുഘ്നൻ്റെ 5 അടി ഉയരം വരുന്ന ചതുർബാഹുവായ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ 4 അമ്പലങ്ങളും തൊഴുതതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പ്രസാദകൂട്ടമുണ്ട്. അപ്പോൾ ഭഗവാന്റെ അന്നപ്രസാദം കഴിച്ചുകൊണ്ട് നമ്മൾ ഈ 4 അമ്പല ദർശനം അവസാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് മീനോട്ടുള്ളത്.
നാലമ്പലം സ്പെഷ്യൽ ഒരുപാട് KSRTC ബസ്സൊക്കെ പോകുന്നുണ്ട്. കർക്കിടക ഇപ്പോൾ പകുതി കഴിഞ്ഞു, എന്നാൽ പോലും ഇനിയും സമയമുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാലമ്പല ദർശനം സാധ്യമാവട്ടെ എന്നും ശ്രീരാമസ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ അനുജന്മാരുടെയും അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ബൈ.